ഒരു വർഷം മുൻപേ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂട് പിടിച്ചിരിക്കുകയാണ് കേരളത്തിൽ. ഈ വർഷം രണ്ടാം പകുതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അടുത്ത വർഷം ആദ്യ പകുതിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും സംസ്ഥാനത്ത് നടക്കും. എന്നാൽ ആര് ഭരണം പിടിക്കും എന്നതിന് അപ്പുറം മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ചകളാണ് അന്തരീക്ഷത്തിൽ. തുടർച്ചയായ ഭരണം ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനപ്രീതി ഇടിച്ചുവെന്നും ഇനിയും LDF അധികാരത്തിൽ വരില്ലെന്നുമാണ് UDF ക്യാമ്പിൻ്റെ പ്രതീക്ഷ. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണം തങ്ങൾക്ക് തന്നെ എന്ന് വിശ്വസിക്കുന്ന UDF നേതാക്കളുമുണ്ട്. ഈ വിശ്വാസമാണ് മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് വരെ എത്തിക്കുന്നത്. NSSുമായി ഉണ്ടായിരുന്ന അകൽച്ച കുറച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടുത്തിടെ നടത്തുന്ന ചർച്ചകളും ഇടപെടലുകളും അദ്ദേഹം മുഖ്യമന്ത്രി പദം നോട്ടമിടുന്നു എന്ന പ്രചാരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആയിരിക്കും UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി എന്നും പറയപ്പെടുന്നു. KC വേണുഗോപാലിനെ പിന്തുണച്ച് സംസാരിക്കുന്നവരുമുണ്ട്. ആര് മുഖ്യമന്ത്രിയാകും എന്നതിന് അപ്പുറത്ത് UDF ജയിക്കുക എന്നതാണ് പ്രഥമ ലക്ഷ്യമെന്ന് VD സതീശൻ വ്യക്തമാക്കുന്നു. പണം ഞങ്ങൾ തരും. UDF കെട്ടുറപ്പോടെ പ്രവർത്തിച്ച് വിജയം നേടുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ മറ്റ് നേതാക്കളുമുണ്ട്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചത്. യൂത്ത് ലീഗ് മലപ്പുറത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ഉയർന്ന ചോദ്യത്തോട് സരസമായിട്ടായിരുന്നു സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം. കോൺഗ്രസ് സമ്മതിച്ചാൽ മുഖ്യമന്ത്രിയാകുന്ന മുസ്ലിം ലീഗ് നേതാവ് ഇവിടെ തന്നെയുണ്ട് എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയെ അടുത്തിരുത്തി സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി തന്നെയാകും ലീഗിൻ്റെ ക്യാപ്റ്റൻ എന്നും തങ്ങൾ പറഞ്ഞു. ഇന്ന് ഇതേ വിഷയത്തിൽ വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദ്യമുന്നയിച്ചപ്പോൾ സാദിഖ് അലി തങ്ങൾ വാക്കുകൾ ആവർത്തിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കുഞ്ഞാലിക്കുട്ടി തന്നെയാകും ലീഗിനെ നയിക്കുക എന്നും അത് പ്രഖ്യാപിത നിലപാടാണെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. ലീഗിൻ്റെ മാത്രമല്ല UDFൻ്റെ ക്യാപ്റ്റനും കുഞ്ഞാലിക്കുട്ടി ആകുമെന്ന് തൊട്ടടുത്ത് നിന്ന PMA സലാം ഇടയ്ക്ക് കയറി പറഞ്ഞു. കേരളത്തിൽ ഇതിനു മുൻപ് മുസ്ലിം ലീഗിൽ നിന്ന് മുഖ്യമന്ത്രിയായത് CH മുഹമ്മദ് കോയ മാത്രമാണ്. കേരളത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെ. 1979 ഒക്ടോബറിലാണ് CH മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തത്. രാഷ്ട്രീയ കാരണങ്ങളാൽ വൈകാതെ അദ്ദേഹത്തിന് പദവി ഒഴിയേണ്ടി വന്നു. 50 ദിവസം തികയുന്ന വേളയിൽ ആ വർഷം ഡിസംബർ 1 CH മുഖ്യമന്ത്രി പദം രാജിവെക്കുകയായിരുന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.